നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മാനിഫെസ്റ്റ് ചെയ്യാനാണ്. എന്ത് മാനിഫെസ്റ്റ് ചെയ്യാനാണ്? പണം. നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മളിലേക്ക് പണം വരിക എന്നുള്ളത് നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും മിക്കവാറും നടക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് പണം വരും. എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അത് പോസിറ്റീവായിട്ട് നടക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക. ഞാനിത് വിശ്വസിക്കുകയാണ്, എന്നിലേക്ക് പണം വരിക തന്നെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് കാര്യം. ഒരു 1% പോലും ഡൗട്ട് ചെയ്ത് ഒരു മാനിഫെസ്റ്റേഷനും നിങ്ങൾ ചെയ്യരുത്. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ജോലിയുടെ ആണെങ്കിലും എന്തിൻ്റെയെങ്കിലും ആയിക്കോട്ടെ, ഇത് നടക്കുമോ എന്നൊരു സംശയം മനസ്സിൽ വെച്ച് ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻസും ചെയ്യരുത്. ഇന്നത്തെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും സൺഡേ മാത്രം ചെയ്യേണ്ടതാണ്. സൺഡേ മാത്രമാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യേണ്ടത്. അതിനെന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു തരാം. കറക്റ്റായിട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു ഷോർട്സും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ സൺഡേ മാത്രമാണ് നമ്മൾ ഈ മണി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ടെക്നിക്ക് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് തിങ്ക് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്ന പോലെ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ ഷോർട്സ് അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഷോർട്സും അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ സേവ് ചെയ്യുക, അത് നിങ്ങൾ ഷെയർ ചെയ്തിടുക. എന്തിനാന്ന് വെച്ചാൽ എല്ലാ ദിവസവും അത് നിങ്ങൾ പറയണം. അതൊരു ഇംഗ്ലീഷിലുള്ള അഫർമേഷനാണ്. ആ അഫർമേഷൻ ആ ഷോർട്സിൽ വരുന്നത് പോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 10 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇത് എല്ലാ ദിവസവും റൂട്ടീനായിട്ട് ചെയ്യുകയും സൺഡേ ഇപ്പോൾ പറയുന്ന മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അത്യാവശ്യത്തിന് പണം എത്തുക തന്നെ ചെയ്യും. ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ എന്തിലെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് ചെയ്താൽ മതി. കമൻറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മണി മാനിഫെസ്റ്റേഷൻസ് എപ്പോൾ ചെയ്താലും നമ്മൾ ധനം ആകർഷിക്കാൻ എന്ത് തന്നെ ചെയ്യാൻ തുടങ്ങിയാലും ആദ്യം വേണ്ടത് വിശ്വാസമാണ്, പോസിറ്റീവ് ചിന്തയാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഇതോടൊപ്പം ആ ഷോർട്സ് കാണാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ അടുത്ത് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യും. അത് സേവ് ചെയ്ത് വെക്കണം. ഇതും കൂടി ചെയ്താൽ മാത്രമാണ് ഈ ടെക്നിക്ക് പൂർത്തിയാവുള്ളൂ. ഓക്കെ, ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഓറഞ്ച് കളർ ഒരു ക്യാൻഡിലാണ്. ചെറുത് മതി. ഇപ്പം ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനത്തെ ഒരെണ്ണം ആവശ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ചെറുത് ആയാലും മതി, പക്ഷേ ഓറഞ്ച് കളർ ആയിരിക്കണം. ആദ്യം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടില്ലേ, നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ സിംബൽ, റുപ്പി സിംബൽ അതിൽ കാർവ് ചെയ്ത് വെക്കുക. അതായത് അതിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ആ മെഴുകുതിരിയിൽ അതൊന്ന് എഴുതി വെക്കണം. അതിന് ശേഷം ചെയ്യേണ്ടത്, നമുക്കിത് ചെയ്യാൻ ആവശ്യമുള്ളത് പെപ്പർമിൻറ്റിൻ്റെ ഓയിൽ വേണം, സിനമൻ്റെ പൊടി വേണം, ഏലക്കയുടെ പൊടി വേണം. സിനമൻ്റെ അറിയാലോ, കറുവാപ്പട്ടയുടെ പൊടി. പിന്നെ പെപ്പർമിൻറ്റ് ഓയിൽ എന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിലൊക്കെ കിട്ടും. നിങ്ങളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. 100 രൂപ 200 രൂപ അതൊക്കെയാണ് അതിൻ്റെ വില. അതും ചെറിയ കുപ്പി വാങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ്? കറുവാപ്പട്ടയുടെ പൊടി വേണം, ഏലക്കയുടെ പൊടി വേണം, പെപ്പർമിൻറ്റിൻ്റെ ഓയിൽ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി മണി മാനിഫെസ്റ്റേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ സൺഡേ ഏതെങ്കിലും ഒരു സമയം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് ആ സമയത്ത് ചെയ്യുക. നൈറ്റ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. രാത്രിയാണ് ഏറ്റവും നല്ലത്. സ്വസ്ഥമായിട്ടിരുന്ന് റൂമിൽ വന്നിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ചെയ്യേണ്ടത്, ആ ക്യാൻഡിലേക്ക് അത് കത്തിച്ചതിന് ശേഷം ഈ പെപ്പർമിൻറ്റ് ഓയിലും ഏലക്കാപ്പൊടിയും കറുവാപ്പട്ടയുടെ പൊടിയും അതിലേക്കിട്ട് നന്നായിട്ട് മണി മാനിഫെസ്റ്റ്, ഏത് എമൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര പണമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എഴുതി ഒന്നും വെക്കേണ്ട. ആ ക്യാൻഡിലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എത്ര ചെറിയ മെഴുകുതിരെടുക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കത്തി തീരുന്നത് വരെ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക, ചെറിയ മെഴുകുതിരി മേടിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ചെറിയ മെഴുകുതിരി വാങ്ങുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക.
ആ സൺഡേ ആ മെഴുകുതിരി കത്തിത്തീരുന്നത് വരെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഏറ്റവും നല്ല രീതിയിൽ മണി മാനിഫെസ്റ്റ് ചെയ്യുന്ന നല്ല നല്ല ടെക്നിക്സിൽ ഒരു ടെക്നിക്കാണിത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ലൈഫിലുള്ള സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം. അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.